ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. കർത്താവ് തൻ്റെ അനേകം ശിഷ്യരിൽ നിന്ന് തൻ്റെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്ത 12 പേരിൽ 6 പേരുടെ പേരുകൾ കൊടുത്തിട്ടുള്ള ഒരു തിരുവചനം. ആരായിരുന്നു ഇവരെല്ലാം ക്രിസ്തുവിനെ? ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്ത അത്ര പ്രാധാന്യവും വിശേഷങ്ങളുമുള്ള തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ. ഈ തിരുവചനത്തിൽ ആദ്യത്തെ പേർ മീൻ്റെ മണമുള്ള ഒരു വ്യക്തിയുടേതാണ്, മുക്കുവനായ ശിമയോൻ. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒന്നാമനായ ശിമയോൻ നമുക്ക് എന്തുകൊണ്ടും പ്രചോദനമാകാവുന്ന ഒരു ശിഷ്യൻ. കർത്താവ് തന്നെ അവനൊരു പുതിയ പേർ നൽകുകയാണ്. പാറ എന്നർത്ഥം വരുന്ന കീപ്പ അഥവാ കേഫ അഥവാ പത്രോസ് എന്ന ഒരു നാമം. ബെത്സൈദ എന്ന മത്സ്യബന്ധന ഗ്രാമത്തിൽ യോനായുടെ മകനായി ജനിച്ച് ഒരു ചെറിയ മത്സ്യ വ്യവസായിയായി കഫർനഹൂമിലും ബെത്സൈദയിലുമായുള്ള ജീവിതം. സ്വന്തമായി വള്ളവും വലയും ഉണ്ടായിരുന്ന ഒരു മത്സ്യ വ്യവസായി. ബിസിനസ്സിൽ തൻ്റെ സഹോദരനായ അന്ത്രയോസും സബദി മക്കളായ യാക്കോബും യോഹന്നാനും ശിമയോൻ്റെ പങ്കുകാരായിരുന്നു എന്ന് വേണം കരുതാൻ. വിശുദ്ധ പൗലോസിനെ പോലെ വിദ്യാസമ്പന്നനൊന്നും ആയിരുന്നില്ല എങ്കിലും നേതൃത്വ ഗുണങ്ങൾ ജന്മസിദ്ധമായി ഉണ്ടായിരുന്ന, എന്നാൽ എടുത്തുചാട്ടം ഒട്ടൊക്കെ കൂടെ പിറപ്പായിരുന്ന ഒരു ശിഷ്യൻ ശിമയോൻ. പാപിയാണ് ഞാൻ, എന്നെ നീ വിട്ടുപോകണമെന്ന് കൈകൂപ്പി പറയുന്ന ശിമയോൻ എന്ന പത്രോസ്. എന്നാൽ ആ പാപിയായ മനുഷ്യനിൽ സഭയുടെ താക്കോൽ കൊടുക്കാൻ തയ്യാറാകുന്ന ദൈവം. നമുക്കറിയാം, ഇന്ന് ആ പത്രോസിൻ്റെ പിൻഗാമിയായി ആദ്യ മാർപ്പാപ്പയായിരുന്ന പത്രോസിൻ്റെ ഇരിപ്പിടത്തിൽ 266-ാമത്തെ മാർപ്പാപ്പയായി പുതിയ ഒരു ഇടയനെ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി, ദൈവദാസരുടെ ദാസനായി നസ്രായൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമയം. റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് എന്ന 69 വയസ്സുള്ള കർദിനാൾ ലെയോ 14-ാമനായി മാർപ്പാപ്പയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. തൻ്റെ പിൻഗാമികളായ 265 പാപ്പാമാരുടെ പിൻഗാമിയായി, ക്രിസ്തുവിൻ്റെ വികാരിയായി, അപ്പസ്തോല പ്രമുഖൻ പത്രോസിൻ്റെ പിൻഗാമിയായി, പടിഞ്ഞാറിൻ്റെ പാത്രിയർക്കീസായി, ഇറ്റലിയുടെ പ്രധാന ആചാര്യനായി തീർന്ന ലെയോ 14-ാമൻ, വത്തിക്കാൻ എന്ന നഗര രാഷ്ട്രത്തിൻ്റെ പരമാധികാരി, റോം പ്രവിശ്യയുടെ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ്. ഇവയെല്ലാമാണ് ഒരു മാർപ്പാപ്പയുടെ ഔദ്യോഗിക പദവികൾ. 265 പാപ്പമാരിൽ 83 മാർപ്പാപ്പമാർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടവരുമാണ്. ഇന്ന് നമുക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒന്നാമനായി തീർന്ന പാപിയായ ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് സ്വയം പശ്ചാത്താപിക്കുന്ന ആ പത്രോസ് സ്ലീഹ നമുക്കും ഒരു ചെറിയ പ്രത്യാശയ്ക്കുള്ള വക തരികയാണ്. പത്രോസിൻ്റെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ പത്രോസിനെ പോലെ കൈകൂപ്പി നിൽക്കുന്നവരായി നമുക്കും നമ്മെ കാണാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പശ്ചാത്താപമുള്ള ഹൃദയം കാണുന്ന യേശുവിനെ, പത്രോസിനെ കൈക്കൊള്ളാമെങ്കിൽ തീർച്ചയായും നാം ഓരോരുത്തരെയും അവന് കൈക്കൊള്ളുവാനും അവൻ്റെ രാജ്യത്തിലെ ഒരംഗമായി സ്വീകരിക്കുവാനും സാധിക്കുമെന്ന് പരിപൂർണമായി ആശിക്കാം, ആഗ്രഹിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.